ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന ചാപ്റ്ററിൻ്റെ 12ാമത്തെ വീഡിയോ ആണിത്. ഗോസസ് ലോയുടെ ആപ്ലിക്കേഷൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഗോസസ് ലോയുടെ 3ാമത്തെ ആപ്ലിക്കേഷനാണ് പഠിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് തിൻ സ്ഫെറിക്കൽ ഷെൽ. 1ഉം 2ഉം ആപ്ലിക്കേഷനായിട്ട് നമ്മൾ പഠിച്ചത്, ഒന്ന് ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് ചാർജ്ഡ് വയറിൻ്റെ കേസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, അതുപോലെ തന്നെ പ്ലെയിൻ ഷീറ്റിൻ്റെ കേസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇപ്പോൾ 3ാമത് തിൻ സ്ഫെറിക്കൽ ഷെല്ല് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, അതായത് സ്ഫിയറിന് ഹോളോ സ്ഫിയറിൻ്റെ കേസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇവിടെ 3 കേസാണ് നമുക്ക് പഠിക്കാനുള്ളത്. സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ ഔട്ട്സൈഡിലുള്ള ഒരു പോയിൻറ്റിലെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും, സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ സർഫസിലുള്ള ഒരു പോയിൻറ്റിലെ ഇലക്ട്രിക് ഫീൽഡ്, അതുപോലെ തന്നെ ഷെല്ലിൻ്റെ അകത്തുള്ള ഒരു പോയിൻറ്റിലെ ഇലക്ട്രിക് ഫീൽഡ്. ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ഒന്നാമത്തത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിൻറ്റ് പി ഔട്ട്സൈഡ് ദി ഷെൽ. അതിന് വേണ്ടി നമ്മളൊരു സ്ഫെറിക്കൽ ഷെൽ കൺസിഡർ ചെയ്തു. ഓക്കെ, അതിന് ക്യൂ ചാർജാണ് കൊടുത്തിരിക്കുന്നത്. സ്ഫെറിക്കൽ ഷെല്ല് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. അതിൻ്റെ ടോട്ടൽ ചാർജ് ക്യൂ. നിങ്ങളൊരു ഫുട്ബോൾ മനസ്സിൽ വിചാരിക്കുക അല്ലേ, അതിൻ്റെ ഉള്ളിൽ ഹോളോ ആയിട്ടുള്ള ഒരു സ്ഫിയർ. അപ്പോൾ ഇതിൽ ചാർജ് നമ്മൾ കൊടുത്താൽ അതിൻ്റെ എല്ലാ ചാർജും സർഫസിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുക അല്ലേ. അങ്ങനെ ക്യൂ ആണ് അതിൻ്റെ ടോട്ടൽ ചാർജ്. ഓ സെൻറ്റർ ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ലെറ്റർ ആർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഔട്ട്സൈഡിലുള്ള ഒരു പോയിൻ്റ് പിയിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്. ഗോസസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഒരു ഗോസിയൻ സർഫസ് ഇമാജിൻ ചെയ്യാം അല്ലേ. പി സർഫസിലെ പോയിൻ്റായിട്ട് വരുന്ന രീതിയിൽ ഒരു ഗോസിയൻ സർഫസ് ഇമാജിൻ ചെയ്യുക. നമ്മൾ എടുത്ത ഒബ്ജക്റ്റ് ഒരു സ്ഫെറിക്കൽ ഷേപ്പുള്ള ഒബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ഗോസിയൻ സർഫസും ഒരു സ്ഫിയർ ആയിരിക്കും അല്ലേ. സ്ഫിയറാണ്. നേരത്തെ 2 ആപ്ലിക്കേഷനിൽ നമ്മൾ സിലിണ്ടർ ആയിരുന്നു ഗോസിയൻ സർഫസ്. ഇവിടെ നമ്മുടെ ഗോസിയൻ സർഫസ് എന്ന് പറയുന്നത് സ്ഫിയറാണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ ഗോസിയൻ സർഫസിലൂടെയുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കണം. അതിന് വാട്ട് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ഇ ആൻഡ് ഡി എസ് എന്നറിയണം. അതിനു വേണ്ടി പിക്ക് ചുറ്റും നമ്മളൊരു സ്മോൾ ഏരിയ കൺസിഡർ ചെയ്യുന്നു. ഈ ഗോസിയൻ സർഫസിൻ്റെ റേഡിയസ് സ്മോൾ ലെറ്റർ ആർ ആണ്. അതായത് നമ്മൾ കണ്ടുപിടിക്കുന്നത് അതായത് സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ സെൻറ്ററിൽ നിന്നും ആ ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിൻറ്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്. ആണ് സ്മോൾ ലെറ്റർ ആർ. ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് പറയുന്നത് ഈ സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ റേഡിയസ് ആണ്. കൺഫ്യൂഷൻ വരരുത്. അങ്ങനെ നമ്മളൊരു സ്മോൾ ഏരിയ എലമെൻറ്റ് ഡി എസ് കൺസിഡർ ചെയ്തു. ഇനി ഇവിടെ ഡി എസ് വെക്റ്റർ, ഏരിയ വെക്റ്ററിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? നോർമൽ ടു ദി സർഫസ് അല്ലേ. ഇനി ഇലക്ട്രിക് ഫീൽഡ്, ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയർ ആണ്. അപ്പോൾ പോസിറ്റീവ് ചാർജിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും അല്ലേ. റേഡിയലി ഔട്ട്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ വാട്ട് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ഇ ആൻഡ് ഡി എസ്? രണ്ടും ഒരേ ഡയറക്ഷനാണ്. ദെർഫോർ ആംഗിൾ ഈസ് 0. വാട്ട് ഈസ് ഗോസസ് ലോ? Total flux phi E is equal to closed integral E dot ds is equal to Q by epsilon 0. അങ്ങനെയാണെങ്കിൽ E dot ds, E and ds are along the same direction. Therefore, the angle between E and ds is 0. വെക്റ്റർ E and വെക്റ്റർ dsൻ്റെ ഇടയിലുള്ള ആംഗിൾ 0 ആണ്. അപ്പോൾ നമ്മൾ വെക്റ്റർ E dot വെക്റ്റർ ds എന്നുള്ളത് സിംപ്ലി E ds എന്നായിട്ട് മാറും. ഇനി എന്ത് ചെയ്യുന്നു? ഇ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ ഇൻ്റഗ്രലിൻ്റെ ഔട്ട്സൈഡിലേക്ക് എടുത്താൽ ഫൈ ഇ ഇസ് ഈക്വൽ ടു ഇ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ
ds is equal to q by epsilon 0. നമ്മളിവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് സർഫസ് ഏരിയയെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഡി എസ്, സ്മോൾ ഡി എസ് എന്ന് പറയുന്നത് ഈ ഗോസിയൻ സർഫസിലുള്ള ചെറിയൊരു ഏരിയ ആണ്. അപ്പോൾ അതിനെ ടോട്ടൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഗോസിയൻ സർഫസിൻ്റെ ടോട്ടൽ ഏരിയ. ഗോസിയൻ സർഫസ് സ്ഫിയർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 4π, അതിൻ്റെ റേഡിയസ് സ്മോൾ ലെറ്റർ ആർ അല്ലേ, അപ്പോൾ 4πr² ആയിരിക്കും. ദെർഫോർ E × 4πr² is equal to Q by epsilon 0. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? E ആയിരുന്നു. ദെർഫോർ E is equal to Q by 4π epsilon 0r². അല്ലേ, ഈയുടെ ഇക്വേഷനായി. നമുക്കിങ്ങനെ വേണമെങ്കിലും എടുക്കാം. അതായത് E is equal to 1/4π epsilon 0 Q by r². നമുക്ക് ഇക്വേഷൻ കിട്ടി. ഇത് നിങ്ങൾ പോയിന്റ് ചാർജിൻ്റെ കേസിൽ പഠിച്ച അതേ ഇക്വേഷനാണ് നമുക്ക് കിട്ടിയത് അല്ലേ. അതായത് ഒരു ക്യൂ ചാർജ് ഇവിടെ വെച്ചിരിക്കുന്നു വിചാരിക്കുക. ആ ക്യൂ ചാർജിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയാണ് എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പഠിച്ച ഇക്വേഷൻ ആയിരുന്നു ഇത്. 1/4π epsilon 0 Q by r². അതേ രീതിയിലുള്ള ഇക്വേഷൻ തന്നെയാണ് നമുക്ക് ഈ തിൻ സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ കേസിലും കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതൊരു യൂണിഫോംലി ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ്. അതായത് എല്ലാ ചാർജും ഇപ്പോൾ ഈ സർഫസിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ക്യൂ നമുക്ക് സർഫസ് ചാർജ് ഡെൻസിറ്റിയുടെ ടേംസിൽ എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ ക്യൂ ഇസ് ഈക്വൽ ടു എന്താ വരിക? സിഗ്മ ഇൻറ്റു ഏരിയ ഓഫ് ദിസ് സ്ഫെറിക്കൽ ഷെൽ, അതായത് 4πR². അത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് E is equal to സിഗ്മ 4πR² by 4π epsilon 0 r² എന്ന് കിട്ടും, സ്മോൾ ലെറ്റർ ആർ. ഇവിടെ കൺഫ്യൂഷൻ വരാനില്ല. നമ്മൾ ക്യൂ സർഫസ് ചാർജ് ഡെൻസിറ്റി എടുക്കുന്നത് ഈ സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ ഏരിയ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, പക്ഷേ ഇ ഡി എസ് ടോട്ടൽ ഫ്ലക്സ് കണ്ടത് നമ്മൾ ഗോസിയൻ സർഫസിൻ്റെ ടോട്ടൽ ഏരിയ ആണ് യൂസ് ചെയ്തത്, സർഫസ് ഏരിയ ആണ് യൂസ് ചെയ്തത്. അതാണ് ക്യാപിറ്റൽ ആറും സ്മോൾ ആറും വരുന്നത്, അത് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ മുകളിലത്തെ 4πയും താഴത്തെ 4πയും ക്യാൻസൽ ചെയ്ത് പോയാൽ നമുക്ക് കിട്ടുന്നത് E is equal to സിഗ്മ ക്യാപിറ്റൽ R² by epsilon 0 r² എന്നുള്ള ടേം കിട്ടി അല്ലേ. ഇവിടെ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ റേഡിയസ്, സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത് ഏത് പോയിന്റിലാണോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റിലേക്കുള്ള ആ ഡിസ്റ്റൻസ്, സ്ഫെറിക്കൽ ഷെല്ലിലെ സെൻറ്ററിൽ നിന്ന് ആ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് ഗോസിയൻ സർഫസിൻ്റെ റേഡിയസ് ആണ് സ്മോൾ ലെറ്റർ ആർ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഔട്ട്സൈഡ് ദ ഷെൽ നമ്മൾ ഡിറൈവ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് രണ്ടാമത്തെ കേസാണ്, അറ്റ് എ പോയിന്റ് P ഓൺ ദി സർഫസ് ഓഫ് ദി ഷെൽ. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച കേസിൽ നമ്മളൊരു ഹോളോ സ്ഫിയർ കൺസിഡർ ചെയ്തു. അതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആയിരുന്നു. നമ്മളൊരു പോയിന്റ് പിയിൽ ഔട്ട്സൈഡിലുള്ള ഒരു പോയിന്റ് P കൺസിഡർ ചെയ്തു. അതിലേക്കുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ ആർ ആയിരുന്നു. എന്നിട്ട് നമ്മൾ അതിന് ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് ഈ കഴിഞ്ഞ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്ത്. ഇപ്പം എന്താവുന്നു? ഈ പോയിന്റ് P അവിടുന്ന് മാറുന്നു. ഓക്കെ, വേറൊരു സ്ഥലത്തേക്ക് മാറി. അതായത് ഈ റേഡിയസ്, ഈ ഡിസ്റ്റൻസും എന്താവും? മാറും. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ എന്താ വരുന്നത്? ഇപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ സ്മോൾ ലെറ്റർ ആറും ക്യാപിറ്റൽ ആറും ഈക്വലായി, രണ്ടും റേഡിയസ് തന്നെ വരും അല്ലേ. അതായത് നേരത്തെ P ഔട്ട്സൈഡ് ആയിരുന്നു, ഇപ്പോൾ നമ്മുടെ P പോയിന്റ് എന്ന് പറയുന്നത് ഈ സർഫസിൽ തന്നെയാണുള്ളത്. അങ്ങനെ ആകുമ്പോൾ സ്മോൾ ആർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആയിരിക്കും. നേരത്തെ പഠിച്ച ഈയുടെ ഇക്വേഷനിൽ ക്യാപിറ്റൽ സ്മോൾ ആറിന് പകരം ക്യാപിറ്റൽ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതായത് E ഇസ് ഈക്വൽ ടു Q by 4π epsilon 0 ക്യാപിറ്റൽ R². ഇനി അവിടെയും സിഗ്മയുടെ ടേംസിലേക്ക്, സർഫസ് ചാർജ് ഡെൻസിറ്റിയുടെ ടേംസിലേക്ക് മാറ്റുകയാണെങ്കിൽ Q ഇസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു 4πR² എന്ന് വരും. Therefore E is equal to സിഗ്മ 4πR² by 4π epsilon 0 r². അത് ക്യാൻസൽ ചെയ്ത് പോയാൽ
നമുക്ക് കിട്ടുന്നത് E is equal to sigma by epsilon 0. ഓക്കെ, ഇവിടെ ഇത് ബോക്സിൽ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ബോക്സ് ചെയ്യുക. E is equal to sigma by epsilon 0 എന്ന് കിട്ടി. ഓക്കെ, അതായത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിൻ്റ് ഓൺ ദി സർഫസ് ഈസ് മാക്സിമം. സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ സർഫസിലാണ് ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം ആവുന്നത്. ഓക്കെ, ആ പോയിൻ്റ് ഓർത്ത് വെക്കുക. ഇനി നമ്മുടെ മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അറ്റ് എ പോയിൻ്റ് പി ഇൻസൈഡ് ദി ഷെൽ. എഗെയിൻ ഒരു ഹോളോസ്ഫിയർ കൺസിഡർ ചെയ്യുന്നു. ഓ അതിൻ്റെ സെൻറ്ററാണ്. നമ്മൾ പി എന്ന പോയിൻ്റ് ഈ സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യാണ്. ഇനി എന്ത് ചെയ്യണം? ഇതിനെ ഒരു ഗോസിയൻ പി സർഫസിൽ വരുന്ന രീതിയിൽ ഒരു ഗോസിയൻ സർഫസ് ഇമാജിൻ ചെയ്യുന്നു അല്ലേ? ഇമാജിൻ ചെയ്തു. എന്തായിരുന്നു ഗോസസ് ലോ? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് is equal to 1 by epsilon 0 times net charge enclosed by the Gaussian surface. ഇവിടെ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി ഗോസിയൻ സർഫസ് എത്രയാണ്? ഗോസിയൻ സർഫസിൻ്റെ അകത്തുള്ള ചാർജ് എത്രയാണ്? 0 ആണ്. അപ്പോൾ Q0 ആയി. അതായത് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്നുള്ളത് 0 ആയി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഡി എസ് 0 ആയി എന്നർത്ഥം. ഡി എസ് ഒരിക്കലും 0 ആകുന്നില്ല, കാരണം ഇതിനൊരു സർഫസ് ഏരിയ ഉണ്ട് അല്ലേ? പിന്നെ എന്തായിരിക്കും 0? ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും 0. അതായത് E is equal to 0 ഇൻസൈഡ് എ സ്ഫെറിക്കൽ ഷെൽ. എന്തുകൊണ്ട്? ബിക്കോസ് Q is equal to 0. അതായത് Q enclosed is equal to 0. ഈ ചാർജ്, ഈ Q ചാർജ് എന്ന് പറയുന്നത് സർഫസിലാണുള്ളത്, അകത്തില്ല. ഇതിനകത്ത് വരുന്ന ചാർജ്, ഇവിടെ ഒട്ടും ചാർജ് അകത്തില്ലല്ലോ. അപ്പോൾ Q എൻക്ലോസ്ഡ് 0 ആയതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ഇനി നമുക്കിതിൻ്റെ ഒരു വേരിയേഷൻ കാണിക്കുന്ന ഒരു ഗ്രാഫ് പഠിക്കണം. വേരിയേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വിത്ത് ഡിസ്റ്റൻസ് R ഫ്രം ദി സെൻറ്റർ. അപ്പോൾ എക്സ് ആക്സിസിൽ ആറും വൈ ആക്സിസിൽ ഇയും നമ്മൾ കൺസിഡർ ചെയ്താൽ അതിൻ്റെ ഗ്രാഫ് കിട്ടുന്നത് നമ്മൾ പഠിച്ചു അല്ലേ? E is equal to Q by 4 pi epsilon 0 R square. അതായത് E പ്രപ്പോർഷണൽ ടു 1 by R square. പോയിൻ്റ് ചാർജിൻ്റെ കേസിൽ പോലെ തന്നെയായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത് ഔട്ട്സൈഡ് പോയിന്റിൽ. ഓക്കെ, ഒരു ഇങ്ങനെയുള്ളൊരു കേവാണ് കിട്ടുക. അതായത് ഈ O എന്ന പോയിൻ്റാണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തത് സെൻറ്റർ. ഈ ഓയിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്കുള്ള ഗ്രാഫാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് ഈ സർഫസ് വരെ E0 ആണ്, വാല്യൂ ഇല്ല. പിന്നെ സർഫസിലാവുമ്പോഴാണ് നമുക്ക് മാക്സിമം കിട്ടുന്നത്. ക്യാപിറ്റൽ ആർ ആവുമ്പോഴാണ് ഈ മാക്സിമം ആവുന്നത്. ഈ വാല്യൂ ആണ് മാക്സിമം. ഇനി അതുപോലെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്കും കൺസിഡർ ചെയ്താൽ ഈ ഫിഗറിനെ ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റും. അതായത് ഇതാണ് ഒരു സ്ഫെറിക്കൽ ഷെല്ല്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗ്രാഫ് ഈ രീതിയിൽ കിട്ടും. ഓക്കെ, അത് ടെക്സ്റ്റ് ബുക്കിൽ 2 രീതിയിലും വരഞ്ഞിട്ട് കാണാറുണ്ട്. ചില ടെക്സ്റ്റ് ബുക്കിൽ ഈ രീതിയിലുണ്ട്, ചില ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഭാഗം മാത്രമായിട്ടും കാണിക്കുന്നുണ്ട്. എങ്ങനെയായാലും ഉദ്ദേശിക്കുന്ന ഈ ഒരു ഭാഗം ഈ O എന്ന് പറയുന്നത് ഈ സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ സെൻറ്ററായിട്ട് ഇമാജിൻ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഇൻസൈഡ് പോയിന്റിൽ E0 ആണ്. പിന്നെ സർഫസിലെത്തുമ്പോൾ ഈ മാക്സിമം ആയി. പിന്നെ ഇത് എന്ത് ചെയ്യുന്നു? 1 by R square. ഈ പ്രപ്പോർഷണൽ ടു 1 by R square. അതുകൊണ്ട് ഇങ്ങനെ ഒരു കേവ് കിട്ടുന്നു. ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനാണ്. ഗോസസ് ലോയുടെ ലാസ്റ്റ് ആപ്ലിക്കേഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു യൂണിഫോംലി ചാർജ് തിൻ സ്ഫെറിക്കൽ ഷെൽ at outside point E is equal to sigma capital R square by epsilon 0 small r square, or E is equal to 1 by 4 pi epsilon 0 Q by R square. ഓക്കെ, അത് Q by R സ്ക്വയറിൽ R എന്ന് പറയുന്നത് ആ ഡിസ്റ്റൻസ് ആണ്. ഗോസിയൻ സർഫസിൻ്റെ റേഡിയസ് ആയിട്ട് വരുന്ന ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് ഫ്രം ദി സെൻറ്റർ ഓഫ് സ്ഫെറിക്കൽ ഷെൽ. പിന്നെ ഇൻസൈഡ് പോയിന്റിൽ E is equal to 0. There is no electric field inside a spherical shell. അത് ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഷീൽഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ് എന്നൊക്കെ പറഞ്ഞാൽ അടുത്ത ചാപ്റ്ററിൽ നമ്മളത് പഠിക്കുന്നുണ്ട്.
പിന്നെ സർഫസിലാണ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് മാക്സിമം, ഇറ്റ്സ് വാല്യൂ ഈസ് ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. ക്ലിയർ അല്ലേ മക്കളെ? അപ്പം നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. ഇത് ലാസ്റ്റ് ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 ആപ്ലിക്കേഷനും ഗോസസ് ലോ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.